നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെഡ് സോസ് പാസ്ത എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് റെഡ് സോസ് പാസ്ത തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 വലിയ തക്കാളിയും 2 ചെറിയ തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ക്രോസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഒരു ഭാഗം ഒന്ന് ക്രോസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, മറ്റേ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എളുപ്പത്തിൽ ഈ ഒരു തക്കാളിയുടെ തൊലി കളഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം നല്ലപോലെ തന്നെ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി കുക്കായിട്ട് വരാനൊന്നും ഒരുപാട് സമയമൊന്നും എടുക്കില്ല. മാക്സിമം ഒരു മിനിറ്റൊക്കെ തന്നെ മതിയാവും. അപ്പോഴേക്കും കുക്കായിട്ട് തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരും. ഇതിനി ഇവിടെ ഇരുന്നിട്ടൊന്ന് കുക്കായിട്ട് വന്നോട്ടെ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താലും മതി. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത് എളുപ്പത്തിൽ തന്നെ കുക്കായിട്ട് വന്നോളും. ആ ഒരു സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പാസ്തയൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പാസ്ത കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഓയിൽ. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാസ്ത സ്റ്റിക്കി ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിതിലേക്ക് 1 കപ്പ് പെന്നയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പാസ്ത വേണമെന്നുണ്ടെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് കുക്കായിട്ട് വന്നോട്ടെ. പക്ഷേ പാസ്ത വെന്ത് കുഴഞ്ഞൊന്നും പോകരുത്. അതായത് പക്ഷേ എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരണം. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പാസ്തയൊന്നും കുക്ക് ചെയ്തെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നോളും. ഇത് കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് തക്കാളി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കി പരിപാടികളെല്ലാം ചെയ്യാം. തൊലിയൊക്കെ കറക്റ്റായിട്ട് പൊളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തണുത്ത് വരും. ഇതിന് വേണ്ടിയിട്ട് തക്കാളിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല പൾപ്പുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിലാണ് കൂടുതൽ നന്നായിട്ട് വരിക. അതുപോലെ നല്ല കളറുള്ള തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കാണാൻ കുറച്ചും കൂടി നന്നായിട്ട് വരും. ഇനി നമുക്ക് പാസ്ത കുക്കായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. തക്കാളി അവിടെ ഇരുന്ന് നന്നായിട്ട് ഒന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ പാസ്ത കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് ഒന്ന് കട്ട് ചെയ്ത് നോക്കണ സമയത്ത് കറക്റ്റായിട്ട് കട്ടായിട്ട് വരണം, പക്ഷെ ഓവറായിട്ട് കുക്കായിട്ട് വരരുത്. ഇത്രയും തന്നെ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് എല്ലാം കൂടി സ്റ്റിക്കി ആയിട്ട് കുഴഞ്ഞിരിക്കും. ഇനി ഇത് നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കുക്കായിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഞാനൊരു സ്ട്രെയിനർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാസ്ത മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റായിട്ട് തന്നെ പോയി കിട്ടിക്കോളും. അതിനുശേഷം പിന്നെ ഇത് ഓവറായിട്ട് കുക്കായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുക്കാവില്ല. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിത് കറക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കാതെയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇതിവിടെ ഇരുന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഈസി ആയിട്ട് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ കറക്റ്റായിട്ട് തണുത്ത് വന്നിട്ടില്ല കേട്ടോ. ഞാൻ ഒന്ന് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം പിന്നെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ്. ചെറിയ ചൂടുണ്ട് ഇപ്പോഴും. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് തണുത്ത് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും തണുത്ത് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെയാണ് നമ്മളിത് നല്ലപോലെ അരച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. പക്ഷേ മുളക് പൊടി തന്നെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും. അത് ഞാൻ പറയാം. നിങ്ങൾക്ക് വറ്റൽമുളകാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാൻ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം അളവിൽ വെളുത്തുള്ളി മുറിച്ചതിന് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ചെറുതായിട്ട് തന്നെ വെളുത്തുള്ളി മുറിച്ചെടുക്കുക. അതിന് ചൂടായ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വായിച്ചെടുക്കുക. ഈ വെളുത്തുള്ളിയുടെ പച്ചമണം നല്ലപോലെ തന്നെ ഒന്ന് മാറി വരണം.
നേരത്തെ നമ്മൾ തക്കാളി അരച്ചെടുത്ത സമയത്ത് അതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തില്ലേ, അതിന് പകരം വറ്റൽ മുളക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അതായത് കാശ്മീരി ഉണക്കമുളക് കേട്ടോ. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളി കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ആ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു 4-5 കാശ്മീരി മുളക് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കൂടുതൽ നല്ല കളർ വരും നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണേക്കാളും. ഇനി ഇപ്പോൾ ഇതിൻ്റെ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവോള നല്ല ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം സവോളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലേക്ക് എത്തണ വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് വഴന്നു വന്നോട്ടെ. ഇത് പാസ്ത എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുട്ടികളും വലിയവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയല്ലേ. ഞാനിതിനു മുമ്പ് വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോഴും കുറേ പേര് ചോദിക്കുന്നുണ്ട് പാസ്തയുടെ റെസിപ്പിയൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു പലരും കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ സവാള കറക്റ്റായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കുക. അത് മുഴുവനായിട്ട് തന്നെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തപ്പോഴാണ് ഇത്രയ്ക്കൊരു കളർ വന്നിരിക്കുന്നത്. പക്ഷേ ഒരുപാട് എരിവൊന്നും ഉണ്ടാവാൻ പാടില്ല. പാസ്തയ്ക്ക് സാധാരണ ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കണം. പിന്നെ എരിവൊക്കെ നമ്മുടെ ചോയ്സിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇതിന് നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് കുറുകി വരണം. അപ്പോൾ ഞാൻ ഇതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതും നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ ഇവിടെ ഞാൻ ഇറ്റാലിയൻ ഹെർബ്സ് ആണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ മിക്സ്ഡ് ഹെർബ്സ് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലേവർ പോരാന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിന് കുറച്ച് സമയം ഇരുന്നിട്ട് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. അപ്പോഴായിരിക്കും ആ ഒരു പാസ്തയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ പഞ്ചസാര ചേർത്തതുകൊണ്ട് ഇതിന് മധുരരസമൊന്നും വരുന്നില്ല. പക്ഷേ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റിലേക്ക് എത്തുകയും ചെയ്യും. എപ്പോഴും ഈ ഒരു പാസ്ത എന്നൊക്കെ പറയുമ്പോൾ ഒരു പുളിരസം തന്നെയാണല്ലോ മുന്നിട്ട് നിൽക്കേണ്ടത്. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുക്ക് ചെയ്ത പാസ്ത ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് ഒരുപാട് ലൂസാവാനും പാടില്ല, അതുപോലെ ഒരുപാട് തിക്കായിട്ട് ഇരിക്കാനും പാടില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ഞാനിവിടെ കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മാത്രമേ ചേർക്കണുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മിക്സ്ഡ് ഹെർബ്സ് ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കണം. എനിക്ക് ഫ്ലേവർ കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കണ ഇറ്റാലിയൻ ഹെർബ്സിൻ്റെ ബ്രാൻഡിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത പാസ്ത നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് സമയം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും ഈ പാസ്തയും സോസുമായിട്ട് നല്ലപോലെ മിക്സ് ആയിട്ട് തന്നെ വരുള്ളൂ. അതുപോലെ ടേസ്റ്റൊക്കെ നോക്കുക. എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഡ്രൈ ആക്കിയിട്ട് ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊരു മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് വരും. അതുപോലെ പാസ്തയൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കുക. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇതിനി ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നോട്ടെ. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് എൻ്റെ ടേസ്റ്റിനനുസരിച്ച് എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ടൈപ്പ് പാസ്ത വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. ഏതാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ വരും. ഒരു 10 മിനിറ്റോളം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ചീസ് ഇട്ടിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ചീസ് ഇട്ട് കൊടുക്കാൻ പോകണം. അല്ലെങ്കിൽ കുറച്ച് പാസ്ത പ്ലേറ്റിലിട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്ത ചീസ് ഇടുക. എന്നിട്ട് പിന്നെ വീണ്ടും പാസ്ത ഇടുക. അപ്പോൾ ആ ഒരു ചൂട് കൊണ്ട് തന്നെ ചീസ് മെൽറ്റായിട്ട് വന്നോളും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പാർമെസാൻ ചീസ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മൊസറല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. മൊസറല്ല ചീസ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ചീസ് വേണമെന്നുണ്ടെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെഡ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് കുട്ടികളും എല്ലാവരും വീട്ടിലുള്ള ഒരു സമയമല്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുക. എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്.
നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ